നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ സമയത്ത് വരുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 2000 രൂപയിൽ മാറ്റമില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, വരുന്ന ഒരു വർഷക്കാലത്തേക്ക് തുക മുടക്കം കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും സർക്കാർ ചെയ്തു കഴിഞ്ഞു. 14,500 കോടിയോളം രൂപ ഇതിനുവേണ്ടി ഇപ്പോൾ ധനവകുപ്പ് ഭാഗത്തേക്ക് സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തുക കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ സർക്കാർ കൃത്യമായിട്ട് പറയുന്ന രേഖകൾ കൃത്യസമയത്ത് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ആനുകൂല്യം മുടങ്ങുകയും ചെയ്യും. കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് ഗുണഭോക്താവിൻ്റെ പേരിലെടുക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ രേഖ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവർ ആ രേഖ ഹാജരാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ പ്രത്യേക ധനസഹായമായിട്ട് അനുവദിക്കുന്ന ക്യാൻസർ പെൻഷൻ, അതോടൊപ്പം തന്നെ ക്ഷയരോഗം ബാധിച്ചവർക്കുള്ള പെൻഷൻ സഹായം, അതോടൊപ്പം തന്നെ കുഷ്ഠരോഗം നേരിടുന്നവർക്കും ഇത്തരത്തിൽ ധനസഹായത്തിന് അർഹതയുണ്ട്. പ്രതിമാസം പെൻഷൻ സഹായം 1000 രൂപയുടെ സ്ഥാനത്ത് 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് തുക ഉയർത്തിയിരിക്കുകയാണ്. ഇതിന് മുൻകാല പ്രാബല്യമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങൾ മുതൽ നമുക്ക് ഈ തുകയായിരിക്കും അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭ്യമാവുക. 2000 രൂപ വീതമുള്ള ഒരു വലിയ ധനസഹായം ഒരു ചെറിയ നിലവിൽ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ചികിത്സകൾക്ക് വേണ്ടി ഒരു ചെറിയ കൈത്താങ്ങ് എന്ന രീതിയിൽ ഈ ധനസഹായം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്നവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് കണക്ഷൻ PMUY എന്ന് പറയുന്ന സ്കീമിലാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ, അതായത് ഉജ്ജ്വൽ യോജന ഗ്യാസ് സിലിണ്ടറുകൾ, ഇവർക്ക് 300 രൂപയുള്ള സബ്സിഡി നിലവിൽ ലഭിക്കുന്നുണ്ട്. ഈ സബ്സിഡി മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ KYC ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ KYC ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ വിതരണ ഏജൻസിയിൽ നേരിട്ട് എത്തിച്ചേർന്ന് ഇത് ചെയ്യാൻ സാധിക്കും. ഇനി സ്മാർട്ട് ഫോൺ വഴി ചെയ്യാം. അതിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏജൻസിയിൽ പോയി ചെയ്യുന്നതിലും തടസ്സമില്ല. കാരണം സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ബുക്ക്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ കൃത്യമായിട്ടുള്ള ആധാർ അത് അപ്ഡേഷൻ ചെയ്തതായിരിക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ് ഒതൻറ്റിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെയോ ഈ ഒരു മസ്റ്ററിങ്, അതായത് ഈ KYC എന്ന് പറയുന്ന സംവിധാനം പൂർത്തീകരിക്കാം. പിന്നീട് നമുക്ക് ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി മുടങ്ങാതെ ലഭിക്കുന്നതുമായിരിക്കും. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി അധികം ദിവസമില്ല. റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സപ്ലൈകോ വഴി നമുക്ക് ലഭിക്കുന്നു. ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ അരിവിഹിതമുണ്ട് എല്ലാ റേഷൻ കാർഡിനും. ഇതെല്ലാം തന്നെ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, പല റേഷൻ കടകളിലും സ്റ്റോറായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോറുകളിൽ ലഭ്യമാകുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സബ്സിഡി നിരക്കിൽ തന്നെ വാങ്ങാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.